ാവട്ടെ. അവരെല്ലാം ഈ രീതിയിൽ ഇബാദത്ത് എടുത്തിട്ട് പോലും അവരും എന്ന് ദുആ ചെയ്യാറുണ്ട് എന്ന് ഞാനടക്കമുള്ള എൻ്റെ അനുഭവമാണ്. നമ്മളോടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓ മക്കളെ, നിങ്ങൾ ബാപ്പ അന്ന് ഹയാത്തുണ്ട്, താജുൽ ഹയാത്തുള്ള സമയത്ത് പറഞ്ഞതാണ്. ഓ മക്കളെ, ലോകത്തിന് ഒരുപാട് ഫിത്നകൾ അധികരിക്കുന്നുണ്ട്. നല്ലവണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. നിങ്ങളുടെ മക്കളെയും നിങ്ങളെ വരുന്ന മക്കളെ സന്താനങ്ങളെയും നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. അഹ്ലുബൈത്തിനോട് പ്രത്യേകിച്ചുള്ള 2-3 വാക്കുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാതെ ഉമ്മത്തീങ്ങൾക്കുള്ള ഒരുപാട് താക്കീതുകൾ നമുക്ക് അന്ന് താജുൽമ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേ, ഒരുപാട് ഫിത്നകൾ ഇവിടെ അധികരിക്കും. അതിലൊന്നും നിങ്ങൾ പെട്ടുപോകരുത്. അതിലെല്ലാം തുരത്താൻ ദുആ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളോടും ഞങ്ങളെ ബാപ്പ ഇരിക്കാൻ നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം, ദുആ അധികരിപ്പിച്ചു കൊള്ളണം. പലതും ഇവിടെ അധികരിക്കുന്നുണ്ട്, പല ഫിത്നകളും വരുന്നുണ്ട്. അതിൽ നിങ്ങളോ നിങ്ങളെ മക്കളോ വരുന്ന മക്കളോ ഏർപ്പെട്ടു പോകരുത്. നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് അതേ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഞങ്ങളോട് പറഞ്ഞതാ. എന്നിട്ട് പോരാന്നിട്ട് പറഞ്ഞു എന്തെന്നറിയുമോ? ഇനി എൻ്റെ ആയുസ്സിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യരുത്. അതേ, എനിക്ക് വേണ്ടുപോലെ ഞാൻ പ്രവർത്തിച്ചു, ഇനി ആ പ്രവർത്തനമെല്ലാം നിങ്ങൾ നിലനിർത്തണമെന്ന് പറഞ്ഞിട്ടു. അങ്ങനെ ബാപ്പാനോട് വേറെ നമ്മളോട് താക്കീത് വേറെ തന്നിട്ടും പറഞ്ഞു, അതേ, നീ എൻ്റെ ആഖിബത്തിന് ദുആ ചെയ്യണം. ഞാൻ ചെയ്തു, ഇവിടെ ദറസ് നടത്തി, ഒരുപാട് അമല് ഞാൻ ചെയ്തു, അതൊക്കെ നിങ്ങൾക്കറിയുന്നതാണ്. പക്ഷെ അത് റബ്ബിൻ്റെ അടുത്ത് സ്വീകാരമായിട്ടുണ്ടോ എന്ന് അറിവില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയും ആഖിബത്ത് നന്നാൻ വേണ്ടിയും ദുആ ചെയ്യിച്ച മഹാനല്ലേ, വലിയ മഹാനാണ്. ആ മഹാൻ ചെറിയ മക്കളാകുന്ന നമ്മളോടാണ് ഈ രീതി പറയുന്നു. ആലോചിച്ച് നോക്കൂ. ഖബർ വിജയിക്കണമെങ്കിൽ, ആഖിബത്ത് നന്നാകണമെങ്കിൽ, മുഅ്മിനെ അള്ളാഹു ദുനിയാവിൽ പല പേരും തന്നെങ്കിലും അവസാന സമയത്തായിരിക്കും ഓൻ റബ്ബിൻ്റെ അടുത്ത് സ്വീകാരമാവോ ഇല്ലയോ എന്നുള്ളതെല്ലാം അറിയത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇവിടെ ചോരത്തോൾപ്പ് എന്തും കാണിക്കാം, അതിനിടെ ആരും തിരിയില്ല, എന്തും ചെയ്യാം. പക്ഷെ അവസാനം മരിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് ഈ ചോരത്തോൽപ്പ് കാണിച്ചവനോട് ഓനായിരിക്കും മുഅ്മിനെ ഇവർക്കെല്ലാം നിലക്ക് തുണ നിൽക്കേണ്ടത്. അവിടെ റബ്ബെ സഹായിക്കാനുണ്ടാവുള്ളൂ. 100-110 മക്കളുണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ വരം കയ്യൊന്നോ ഇപ്പുറത്തെ ഖാദിമാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം. ദിവസം 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നവനായിരിക്കും. പക്ഷെ ആ സമയത്ത് വിജയിക്കണമെങ്കിൽ ഓൻ്റെ ഖൽബിയായിട്ട് യഥാർത്ഥത്തിൽ ഒരു കിബറില്ലാതെ അള്ളാഹുവിന് വേണ്ടി വജ്ഹിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചു എന്നാണെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കപ്പെടും. അത് നമ്മൾ ഈ 2 മഹാന്മാരും മരണപ്പെടുമ്പോൾ കണ്ടവരാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്താക്കപ്പെടുന്ന സമയത്ത് ഒച്ചത്തിൽ അനക്കും നിങ്ങൾക്കും വിജയിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നല്ലാതെ ഫിത്നയിൽ ഏർപ്പെട്ടു പോകരുത്. അള്ളാഹു സലാമത്താക്കി തരുമാറാവട്ടെ. റഹ്മാനായ റബ്ബി ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ ദുആ നീ ഖായിബാക്കല്ല റഹ്മാനെ. അബ്ബേ, അവരെല്ലാം മരണപ്പെട്ടതുപോലെ നമ്മുടെ ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. ഈ പറഞ്ഞ ഇൽമിനെ ഇവർക്കും ഞങ്ങൾക്കും നീ നഫ്അ ചെയ്യണം റഹ്മാനെ. അവസാനം ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ റൂഹ് അഹ്ലുകാരത്ത് വെച്ച് പിടിക്കണം റഹ്മാനെ. മേച്ചമായ സ്ഥലത്ത് വെച്ചോ, ടോയ്ലറ്റിൽ വെച്ചോ, നജസിൽ വെച്ചോ, റൂഹ് നീ പിടിക്കല്ല അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين بفضلي
സല്ലല്ലാഹു അലാ മുഹമ്മദ്. അവരൊന്ന് തങ്ങളൊന്ന് മുഫാഫത്ത് ചെയ്യുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും ആണുങ്ങൾക്ക് മുസാഹബത്ത് ചെയ്യാനുള്ളൊരു അവസരം വെച്ചിട്ടുണ്ട്. എല്ലാവരും മുസാഹബത്ത് ചെയ്തോളൂ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു